നമസ്കാരം. ഭർത്താവിന്റെ കൊലപാതകയായ ഗുണ്ട നേതാവിനെ ഇല്ലാതാക്കി തനിക്ക് നീതി നൽകിയതിന് ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് നിയമസഭയിൽ നന്ദി പറയുകയും പ്രശംസിക്കുകയും ചെയ്ത പാർട്ടി MLA സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പുറത്താക്കി. പൂജാപാൽ എന്ന വനിതാ MLA ആണ് പുറത്താക്കിയത്. തന്റെ ഭർത്താവിന്റെ കൊലപാതകത്തിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നീതി നടപ്പിലാക്കി എന്നതടക്കം നിയമസഭയിൽ നടത്തിയ പ്രസംഗത്തിന് പിന്നാലെയാണ് നടപടി. പാർട്ടി വിരുദ്ധ പ്രവർത്തനങ്ങളിലും കടുത്ത അച്ചടക്ക ലംഘനങ്ങളിലും ഏർപ്പെട്ടതിനാണ് പൂജാപാലിനെ പുറത്താക്കിയതെന്ന് പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് അറിയിച്ചു. മുൻപ് പലതവണ മുന്നറിയിപ്പ് നൽകിയിട്ടും ഈ പ്രവർത്തനങ്ങൾ തുടർന്നതിനാൽ പാർട്ടിക്ക് കാര്യമായ ദോഷമുണ്ടാക്കിയെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. പൂജാപാലിന് ഇനി പാർട്ടിയുടെ ഒരു പരിപാടിയിലും പങ്കെടുക്കാൻ അനുവാദമില്ല. ഭാവിയിൽ ഒരു പരിപാടിയും ക്ഷണിക്കില്ലെന്നും അഖിലേഷ് യാദവ് വ്യക്തമാക്കി. MLAയുടെ പുറത്താക്കലിന് പിന്നാലെ സമാജ്വാദി പാർട്ടിക്കെതിരെ BJP രംഗത്തെത്തി. പൂജാപാലിനെ പുറത്താക്കിയ നടപടി പ്രതിപക്ഷം ദളിത് വിരുദ്ധരാണെന്ന് തെളിയിക്കുന്നതാണെന്ന് BJP ആരോപിച്ചു. മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനോട് പൂജ നന്ദി പറഞ്ഞതിന് മണിക്കൂറുകൾക്ക് ശേഷമായിരുന്നു പുറത്താക്കൽ. ഉത്തർപ്രദേശ് നിയമസഭയിൽ വിഷൻ ഡോക്യുമെന്റ് 2047 എന്ന വിഷയത്തിൽ നടന്ന മാരത്തൺ ചർച്ചകൾക്കിടയിലാണ് സമാജ്വാദി പാർട്ടി MLA യോഗിയെ പുകഴ്ത്തി പ്രസംഗം നടത്തിയത്. മറ്റാരും കേൾക്കാതിരുന്നപ്പോൾ തന്നെ കേട്ടത് യോഗിയാണെന്നും അദ്ദേഹത്തെ മുഴുവൻ സംസ്ഥാനവും വിശ്വാസത്തോടെയാണ് കാണുന്നതെന്നും പൂജാപാൽ പറഞ്ഞു. പൂജയുടെ ഭർത്താവും ബഹുജൻ സമാജ് പാർട്ടി MLAയുമായ രാജുപാൽ 2005 ഗുണ്ടാ നേതാവ് ആദിഖ് അഹമ്മദിന്റെ വെടിയേറ്റാണ് മരിച്ചത്. എല്ലാവർക്കും അറിയാം എന്റെ ഭർത്താവിനെ കൊന്നതാരാണെന്ന്. എനിക്ക് നീതി ലഭ്യമാക്കിയതിനും മറ്റാരും കേൾക്കാതിരുന്നപ്പോൾ എന്നെ കേട്ടതിനും മുഖ്യമന്ത്രിയോട് നന്ദി പറയുന്നു. ആദിഖ് അഹമ്മദിനെ പോലെയുള്ള ക്രിമിനലുകളെ കൊല്ലുന്നതടക്കം കുറ്റകൃത്യങ്ങളോട് സന്ധിയില്ലാത്ത നയങ്ങൾ പ്രയാഗ്രാജിലെ എന്നെപ്പോലെയുള്ള അനേകം സ്ത്രീകൾക്ക് അദ്ദേഹം നീതി ലഭ്യമാക്കി. ഇന്ന് മുഴുവൻ സംസ്ഥാനവും അദ്ദേഹത്തെ വിശ്വാസത്തോടെയാണ് നോക്കുന്നത്. എന്റെ ഭർത്താവിനെ കൊന്ന ആദിഖ് അഹമ്മദിനെ മണ്ണോട് ചേർക്കാനുള്ള ജോലി മുഖ്യമന്ത്രി ചെയ്തുവെന്നാണ് പൂജ പറഞ്ഞത്. പുകഴ്ത്തൽ വിവാദമായതിന് പിന്നാലെയാണ് സമാജ്വാദി പാർട്ടിയുടെ നടപടി. പാർട്ടി വിരുദ്ധ പ്രവർത്തനം, അച്ചടക്ക ലംഘനം എന്നീ കുറ്റങ്ങൾ ചുമത്തിയാണ് പൂജയെ പുറത്താക്കിയത്. പൂജയുമായിട്ടുള്ള വിവാഹം കഴിഞ്ഞ് ദിവസങ്ങൾക്കകം 2005 ജനുവരി 25 രാജുപാൽ കൊല്ലപ്പെടുന്നത്. 2004 പ്രയാഗ്രാജ് വെസ്റ്റിലെ ഉപതെരഞ്ഞെടുപ്പിൽ രാജു പരാജയപ്പെടുത്തിയത് ആദിഖ് അഹമ്മദിന്റെ സഹോദരൻ അഷ്റഫിനെയാണ്. ഇതിന്റെ വൈരാഗ്യത്തിലായിരുന്നു കൊലപാതകം. 2023 കേസിലെ പ്രധാന സാക്ഷി ഉമേഷ് പാലും വെടിയേറ്റ് മരിച്ചു. ദിവസങ്ങൾക്കകം ആദിഖിനെയും അഷ്റഫിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു. എന്നാൽ പ്രയാഗ്രാജിലേക്ക് മെഡിക്കൽ പരിശോധനകൾക്കായി കൊണ്ടുപോകും വഴി പ്രതികൾ വെടിയേറ്റ് മരിക്കുകയായിരുന്നു. തുടർന്ന് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ ആദിഖിന്റെ മകൻ ആസാദും ഏറ്റുമുട്ടലിൽ മരിച്ചിരുന്നു. ജേർണലിസ്റ്റുകളെ പോലെ പോലീസുകാർക്കിടയിൽ നുഴഞ്ഞു കയറിയാണ് ഇവർ ആദിഖ് അഹമ്മദിനെ കൊലപ്പെടുത്തിയത്. നിരവധി പിടിച്ചുപറി കേസുകൾ, കൊലപാതകങ്ങൾ, ഭീഷണിപ്പെടുത്തലുകൾ, തട്ടിക്കൊണ്ടുപോകലുകൾ എന്നിവയിൽ പ്രതിയായിരുന്നു ആദിഖ് അഹമ്മദ്. രാജുപാൽ കൊല്ലപ്പെടുന്നതിന് വെറും 11 ദിവസം മുൻപാണ് പൂജാപാലിനെ വിവാഹം ചെയ്തിരുന്നത്. രാജുപാൽ കൊല്ലപ്പെട്ടതിനു ശേഷം നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ പൂജാപാൽ അലഹബാദ് വെസ്റ്റിൽ നിന്ന് മത്സരിച്ചെങ്കിലും ആദിഖ് അഹമ്മദിന്റെ അനുജൻ അഷ്റഫിനോട് പരാജയപ്പെട്ടു. പിന്നീട് 2017 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇതേ സീറ്റിൽ BSPക്ക് വേണ്ടി വീണ്ടും മത്സരിച്ചപ്പോൾ പൂജാപാൽ BJP സ്ഥാനാർത്ഥിയുടെ തോറ്റു. പക്ഷേ 2022 പൂജാപാൽ ചാലി മണ്ഡലത്തിൽ നിന്ന് ജയിച്ച് MLA ആയി മാറി. ഗുണ്ടയായ ആദിഖ് അഹമ്മദ് UPയിൽ 3 യുവാക്കളുടെ വെടിയേറ്റാണ് കൊല്ലപ്പെട്ടത്. ജേർണലിസ്റ്റുകളെ പോലെ പോലീസുകാർക്കിടയിൽ നുഴഞ്ഞു കയറിയാണ് ഇവർ ആദിഖ് അഹമ്മദിനെ കൊലപ്പെടുത്തിയത്. നിരവധി പിടിച്ചുപറി കേസുകൾ, കൊലപാതകങ്ങൾ, ഭീഷണിപ്പെടുത്തലുകൾ, തട്ടിക്കൊണ്ടുപോകലുകൾ എന്നിവയിൽ പ്രതിയായിരുന്നു ആദിഖ് അഹമ്മദ്.